യാത്രയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും റൈഡർ പ്രേമി ബ്ലോഗിലോട്ട് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പം ഞാനും ദാസപ്പനും രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം രാവിലെ ആയതുകൊണ്ട് നല്ല മൂടലാണ്. അപ്പം മഴയുടെയൊക്കെ ഒരു സമയമാണ് കേട്ടോ. അപ്പം ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ഒന്ന് അറിയണം, നമ്മുടെ കൂട്ടുകാർക്കും ഒന്ന് അറിയണം. അപ്പം നീലക്കുറിഞ്ഞി വസന്തം ആയെന്നാണ് പറയുന്നത്. അപ്പം രാവിലെ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ എടുത്ത് നോക്കി ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്, ഓരോ റീലുകൾ ചെയ്തിട്ടുണ്ട് നീലക്കുറിഞ്ഞി. പക്ഷേ നീലക്കുറിഞ്ഞിയല്ല കേട്ടോ, മേട്ടുക്കുറിഞ്ഞി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ലോകത്തിൽ 42 ഇനത്തിൽപ്പെട്ട കുറിഞ്ഞികളുണ്ട്. അപ്പം അതിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ട കുറിഞ്ഞിയാണ് മേട്ടുകുറിഞ്ഞി എന്ന് പറയും, കാട്ടുകുറിഞ്ഞി എന്ന് പറയും. അപ്പോൾ നമുക്ക് ആ കുറിഞ്ഞിയുടെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പം നേരാണോ ചൊവ്വാണോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ, നമുക്കും അറിയണം ഇവിടെ നീലക്കുറിഞ്ഞി പൂത്ത് തുടങ്ങിയേ ഇല്ലെന്ന്. അപ്പം നമ്മൾ കണ്ടിട്ട് വിശ്വസിക്കും നീലക്കുറിഞ്ഞിയാണോ അല്ലയോ, അതോ മേട്ടുകുറിഞ്ഞിയാണോ അല്ലയോ, പൂക്കാൻ തുടങ്ങിയോ ആണോ അല്ലയോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ നീലക്കുറിഞ്ഞിയെ പറ്റി ഒരു റിസർച്ച്. അപ്പം എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമ്മളൊന്ന് തപ്പണം. അപ്പം ഇപ്പം നല്ല പച്ചപ്പാണ്, നല്ല രീതിയിൽ എവിടെ നോക്കിയാലും പച്ചപ്പ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നിങ്ങളെ കാണിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ നീലക്കുറിഞ്ഞിയുടെ വസന്തം പൂത്തതിലോട്ട് നമുക്കൊന്ന് റിസർച്ച് ചെയ്യാം. സുന്ദരമായിട്ടുള്ള നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. നോക്കിയേ, എങ്ങോട്ട് നോക്കിയാലും നല്ല പച്ചപ്പ് മാത്രമാണ് കേട്ടോ. അവിടെ ഒരു അമ്പലമൊക്കെ കാണാം കേട്ടോ, അതുകൊണ്ട് ഒരു അമ്പലം. അപ്പോൾ അമ്പലത്തിന് അവിടെ നമുക്കൊന്ന് പോയി നോക്കാം. പണ്ട് ഇവിടെ ഒന്ന് വന്നായിരുന്നു, പക്ഷേ നമുക്ക് അങ്ങനെ ഇത്ര കാര്യമായിട്ടൊന്നും നമുക്ക് നീലക്കുറിഞ്ഞൊന്നും കിട്ടില്ല കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ദാസപ്പൻ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അമ്പലമൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിനൊക്കെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ആ അമ്പലത്തിന് അവിടെ ഒന്ന് പോയി നോക്കാം. ദാസപ്പൻ ഇവിടെ ഇരുത്തിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലെയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കയറി അങ്ങോട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ നീലക്കുറിഞ്ഞി പൂത്തെന്ന് പറഞ്ഞാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതൊരു നീല പൂവ് കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു നീല പൂവ്, പക്ഷെ ഇതല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോകാം കേട്ടോ. എന്നാലും നല്ല ഒരു വെയിലുള്ളൊരു കാലാവസ്ഥയാണ്, പക്ഷേ ആകാശമൊക്കെ നല്ല വെളുത്ത നിറത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ഒരു നീല ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു, നീലാകാശം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ആ നിൽക്കുന്നതെല്ലാം നമ്മുടെ മലയിഞ്ചിയാണ് കേട്ടോ. ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. അപ്പം ഇവിടെ നിന്നൊരു കാഴ്ചയുണ്ട് കേട്ടോ. ഇവിടെ ഒരു പാറയാണ്. നോക്കി, ഈ ഒരു പാറയും താഴോട്ട് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. താഴേക്ക് ഇഷ്ടം പോലെ വീടുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മുടെ കാഴ്ച അങ്ങ് ആരംഭിക്കാം. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പുതിയ ക്ഷേത്രമാണ് അവിടെ പണിയുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഈ നീല കളർ പൂവുണ്ടോ, എന്തോരമാണെന്ന് നോക്കി, ഇഷ്ടം പോലെ നിൽപ്പുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അമ്പലം കേട്ടോ. അമ്പലത്തിൻ്റെയൊക്കെ ഒരു കാഴ്ച ഉണ്ടോ, അമ്പലം. അപ്പം ആ കാണുന്നുണ്ടോ, ഒരു കുരിശുമലയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അക്കരയിലോട്ടൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം വരുമ്പോൾ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇവിടെ എന്തോ ഇതുണ്ടോ, ഒരു കല്ല് കൊണ്ടൊരു ഒരു കുഴവി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു കല്ലാണ് കേട്ടോ. ഒരു കല്ലിൻ്റെ പുറത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു കുഴവിയല്ല, ഒരു തൊട്ടിൽ പോലെയാണ്. പിന്നെ അത് കുറേ വെള്ളമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് പോയി നോക്കാം. ഫ്രണ്ടിൽ നല്ല കാഴ്ചകൾ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം കേട്ടോ. ഇതൊരു അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ. വേറെ വിളക്കൊക്കെ തെളിച്ച് കത്തുന്നുണ്ട്. പിന്നെയാണെങ്കിലും പുതിയ ക്ഷേത്രമൊക്കെ പണിയുമ്പോഴത്തേക്കേ ഉള്ളൂ. ഇവിടെയൊന്നും നീലക്കുറിഞ്ഞൊരു യാതൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ നീലക്കുറിഞ്ഞ് പൂത്തിട്ടുണ്ടെന്ന് പറയണം സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോരുത്തർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നോക്കിയിട്ടൊന്നും നമുക്ക് കണ്ടിട്ടില്ല. നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ പോകണം കേട്ടോ. ഇത് ഒരു ആലുണ്ട്. അമ്പലത്തിൻ്റെ പണിയൊക്കെ അവിടെയാണ് കേട്ടോ, പുതിയ അമ്പലം പണിയുന്നത്. പിന്നെയാണെങ്കിലും നമ്മളിവിടെ ഒന്നും കണ്ടില്ല. ഇനി നമുക്ക് ഇവിടുന്ന് ഇച്ചിരി കൂടെ താഴോട്ട് ഇറങ്ങിപ്പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഇവിടെ അങ്ങനെ നീലക്കുറിഞ്ഞി പൂത്തൊന്നും കണ്ടിട്ടില്ല. ദാസപ്പ, നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഇച്ചിരി കൂടെ അപ്പുറത്തോട്ട് മാറി നോക്കാം. അപ്പോൾ നമ്മൾ വാഴവര കമന്തി വന്നിട്ട് അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറി പോകണം കേട്ടോ. അപ്പം എൻ്റെ ഈ വഴിയുടെ രണ്ട് സൈഡും നല്ല രീതിയിൽ ഈണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത്ര ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ടൊക്കെ മലമ്പ്രദേശമായതുകൊണ്ട് കൂടുതലും മണ്ണൊക്കെ എടുത്ത് താത്തിയാണ് റോഡ് പണിതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ മേളിൽ നിന്ന് കുറച്ച് പേരൊക്കെ റീലിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകാം. പക്ഷെ ഒരുപാട് ടൂ വീലേഴ്സൊക്കെ കയറി പോയിട്ടുണ്ട്. നമ്മൾ കയറി പോകുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ദാസപ്പന് ശകലം
ബ്രേക്ക് കുറവുണ്ട് കേട്ടോ. ഞാനെല്ലാം നല്ലൊരു കാലാവസ്ഥയായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ തേയിലയൊക്കെ ഗമാത്തൊക്കെ വെട്ടി ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അടിപൊളി. ഇങ്ങോട്ടൊക്കെ വണ്ടികളൊക്കെ കയറി വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു JCB കയറി പോയിട്ടുണ്ട്. അടിപൊളി. അത്രയും നമുക്ക് മലയുടെ മുകളിൽ കയറാം. അവിടെ ഇതേ ഒരു കുരിശൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു സ്റ്റാച്ചു പടമാണ് കേട്ടോ. ഇതിലെങ്ങനെ നമുക്കൊന്ന് കയറിപ്പോ. അങ്ങനെ അതിലെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒന്നും ഒരു നീലക്കുറിഞ്ഞ് പോയിട്ട് ഒരു നീലത്തിൻ്റെ മയം പോലും കാണുന്നില്ല കേട്ടോ. അപ്പം വന്നപ്പോൾ നമുക്കൊരു നല്ലൊരു കാഴ്ച കൂടി കണ്ടു. സാധാരണ നമ്മുടെ നിർമ്മാണ സിറ്റി മലയുടെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിൻ്റെ മലയുടെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ അല്ല കേട്ടോ അഞ്ചുള്ളി ജലാശയത്തിൻ്റെ. പക്ഷെ ഇവിടെ വരുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. കാരണം വെള്ളമൊക്കെ തീർത്തും കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇത്രയും ഒരു അവസ്ഥയൊക്കെ പറഞ്ഞാൽ ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. ഇത് അങ്ങ് അവിടെ എന്തൊക്കെയോ പണിയുന്നുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ എന്തൊക്കെയോ വെള്ളത്തിൽ എന്തോ ഒരു നമുക്ക് നോക്കണ്ടോ. അവിടെയൊക്കെ എന്തൊക്കെയോ പണി നോക്കും കണ്ടോ. എന്നാന്നറിയില്ല, അവിടെ എന്തോ പണിയുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ശക്കലം കൂടെ മുന്നോട്ട് ഇത് ആ മലയുടെ അങ്ങോട്ട് കയറി നോക്കാം. ഇവിടെയൊക്കെ എന്തൊക്കെയോ ബിൽഡിങ് പണിയുന്നുണ്ട്. അതുപോലെ നമുക്ക് അവിടെ ഒരു ചാപ്പലുണ്ട്, ഒരു കുരിശുണ്ട്. ആ കുരിശുമലയുണ്ട്. അവിടെ നമുക്കൊന്ന് പോയിട്ട് നമുക്ക് ഇറങ്ങി തന്നെ അങ്ങ് പോരാം. ഇവിടെ ഒരു കയറി വന്നപ്പോഴത്തേ ഈ ഒരു പെഴുമരത്തിലൊരു മൈക്ക് കോളാമ്പിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേറെങ്ങനെ താഴോട്ടാണ് വലിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലെ കുറേ കയറി നോക്കാം. പിന്നെയാണ് നമ്മളിതിലെ കുറേ കയറി നടന്നു. മൊത്തം പുല്ല്. ആ പുല്ല് ഇതിലെ കുറഞ്ഞ് പോയിട്ട് ഒന്നുമില്ല കേട്ടോ. ഇതിലെ കുറഞ്ഞിയുടെ ഒരു അവശിഷ്ടം പോലുമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇതിലൊക്കെ വരുന്നവരൊക്കെ സൂക്ഷിക്കുക. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ആന മേഞ്ഞ് നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. കാട്ടാനകളുടെ ശല്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചുമ്മാ അങ്ങനെ കയറി വരരുത്. ഇപ്പോൾ ഞാൻ വന്നത് തന്നെ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നമ്മൾ താഴെ എന്നിട്ട് പേരോട് ചോദിച്ചു. ഇപ്പോൾ ഈ അടുത്തിടയ്ക്കെങ്ങും ആന കയറി വന്നിട്ടില്ല എന്ന് പറഞ്ഞേ. വരുന്നതാണ് എന്ന് പറയും. ഇപ്പം വെള്ളവും തീറ്റയൊക്കെ കാട്ടിലുള്ളതിൻ്റെ പേരിൽ ആനകൾ കയറി വരത്തില്ല കേട്ടോ. അങ്ങോട്ടത്തെ പുല്ലാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞില്ല, വേട്ടിക്കുറിഞ്ഞിതേ അതിൻ്റെ ഭാഗമൊക്കെ കണ്ടു പറയും കേട്ടോ. ഇത് അതേ പറയാതെ പൂവില്ല മൊട്ടുമില്ല കേട്ടോ. നമുക്ക് ഇതിനായിട്ട് ഇച്ചിരിയുടെ മുന്നോട്ട് കയറി നോക്കാം. കണ്ട സ്ഥിതിക്കാണ് കേട്ടോ. ഏരിയ പോണത് മൊത്തം പുല്ല് കയറി നിൽക്കുകയാണ്. എന്നാലും നമുക്ക് ഇതിലെ അങ്ങനെ കയറിപ്പോ. നമ്മുടെ ശരിയാണ് കേട്ടോ. കുറച്ചൊക്കെ ഭാഗം ശരിയാണ്. നീലപ്പൂവ് ആയി നമ്മുടെ ഇതുണ്ട്. ഇവിടെ കുറിഞ്ഞി ഇട്ട് നിൽക്കുകയാണ് കേട്ടോ. താട്ടൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. ഇതൊക്കെ മുട്ടിട്ട് നിൽക്കുന്നു. ഇതൊക്കെ എപ്പോൾ വിരിയുന്നതിന് നമുക്കത് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലെ കുറച്ച് താട്ടൊക്കെ ഉണ്ട്. ആട്ടൊക്കെ നിൽക്കുന്നത് മൊത്തം പോതപ്പുല്ലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചുറ്റിയന്തും. അപ്പോൾ അങ്ങനെ നമ്മൾ 2-3 ചുവടെ കണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ കുറച്ച് നേരമായി കയറി നോക്കി നമ്മളത് ഇവിടെ ഒരു കുരിശടിയുടെ ആട്ട് വന്നു കേട്ടോ. ഇതേ കുരിശടി. അപ്പോൾ താഴോട്ടൊക്കെ നല്ല കൊക്കാണ് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നത് കണ്ടു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ വാഴവര കവന്തി കുരിശുമല. അവിടുത്തെ ഒരു യേശുപ്പാൻ്റെ ഒരു കുരിശിൽ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു യേശുപ്പാൻ്റെ കുരിശിൽ തറച്ചിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെയെങ്കിലും സത്യം പറഞ്ഞാൽ ഒരു നീലക്കുറിഞ്ഞി ഞാൻ കണ്ടു. 1-2 ചുവട് കണ്ടു കേട്ടോ. ഇവിടെയെങ്കിലും പൂത്തിട്ട് ഒന്നുമില്ല. ആരും നീലക്കുറിഞ്ഞി പൂത്തും പറഞ്ഞ് ഇങ്ങോട്ടായിട്ട് വരുവാൻ വേണ്ട കേട്ടോ. കാരണം ഇതൊക്കെ കിളുത്ത് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇനി എപ്പോൾ കിളുക്കും എങ്ങനെ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ. ഇതിനൊരു സമയമുണ്ട്. തന്നെയാണ് ഏകദേശം ഇവിടെ ഒരു 1/2 കിലോമീറ്ററോളം ഞാൻ നടന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ അങ്ങോട്ടൊക്കെ നല്ല മൊത്തം പുല്ലാണ് നിൽക്കുന്നത്. ഈ പുല്ലെല്ലാം ഉണങ്ങിപ്പോയാൽ മാത്രമേ നമുക്ക് ഈ നീലക്കുറിഞ്ഞി കാണാൻ പറ്റുള്ളൂ കേട്ടോ. നീലക്കുറിഞ്ഞിയൊക്കെ ഇതിൻ്റെ അടിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ പുല്ലിൻ്റെയൊക്കെ താഴെ. പക്ഷെ അതൊന്നും പൂത്തിട്ടില്ല കേട്ടോ. അങ്ങും ഇങ്ങും ഓരോന്ന് ഒറ്റയും പെട്ടയായിട്ട് കുറച്ച് പൂക്കൾ നിൽപ്പുണ്ട്. അതൊന്നും വിരിയാറായിട്ടില്ല. ഇത് ഈ നിൽക്കുന്നതൊക്കെ അത് നീലക്കുറിഞ്ഞി ഇത് നിൽക്കുന്നുണ്ടോ. ഒരു ബബിളായിട്ട് നിൽക്കുന്നുണ്ടോ. ഇത് ഒരു നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുതുമയുള്ളൊരു കാഴ്ചയല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം പറയാമല്ലോ. ഇത് നമുക്ക് ഇടുക്കി ജലാശയത്തിൻ്റെ ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ.
താഴേക്ക് ഇഷ്ടം പോലെ നിൽപ്പുണ്ട് കേട്ടോ, നീലക്കുറിഞ്ഞി നിൽപ്പുണ്ട്. പക്ഷെ അതല്ലെങ്കിൽ ഒരു മൊട്ട് പോലും നിൽക്കുന്നില്ല, ചുമ്മാ ഓരോരോ ഗോസിപ്പുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചൂട് നിൽപ്പുണ്ട്, അത് ഇച്ചിരി മുട്ടായിട്ട് നിൽപ്പുണ്ട്. അത് നമുക്ക് പോയി അടുത്ത് പോയി ഒന്ന് കാണാം. എന്നതാണെങ്കിലും നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ, നല്ല ബബിള് പോലെ നിൽക്കണം കേട്ടോ. ഇവിടെ കുറേ ഈ ഒരു കുഞ്ഞൊരു ചുവടെ കുറച്ച് പൂവുണ്ട് കേട്ടോ, ഇതുണ്ടോ ഇരിക്കുന്നുണ്ടോ, കുറച്ച് പൂ. ഇതൊക്കെ വിരിഞ്ഞ് ഇത് കുറച്ച് ഇങ്ങനെ കുറേ പൂക്കൾ ആയിട്ട് നിൽപ്പുണ്ട്. താഴത്തൊക്കെ കുറേയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ, പക്ഷേ അതൊന്നും മുട്ടില്ല, ഒറ്റയും പെട്ടയായിട്ടൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഉണ്ടോ ആ കാറ്റത്ത് ആടി ഉലയുന്നത് കണ്ടോ. നമ്മളിവിടുന്ന് പൂവാണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു സ്ഥലം കൂടെ നമുക്ക് സന്ദർശിക്കാനുണ്ട് കേട്ടോ. അവിടെയും കൂടെ നമ്മളൊന്ന് കയറി നോക്കാം കേട്ടോ, നമ്മുടെ നിർമ്മല സിറ്റിയുടെ മലമുകളിൽ. ഇപ്പോൾ ഇത് നമ്മുടെ വാഴവര കവന്തി മലമുകളിലാണ് കേട്ടോ. അപ്പം നീലക്കുറിഞ്ഞി പൂത്തിട്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ അങ്ങനെ അടച്ച് പൂത്തിട്ടില്ല, നമുക്ക് കാണാൻ മാത്രമായിട്ട് പൂത്തിട്ടില്ല കേട്ടോ. അങ്ങും ഇങ്ങും ഓരോന്ന്. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മീതെയാണ് കേട്ടോ പുല്ല് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നീലക്കുറിഞ്ഞിയൊക്കെ നിൽക്കുന്നത് കാണത്തില്ല, അങ്ങും ഇങ്ങും ഓരോന്നൊക്കെ ഉള്ളൂ കേട്ടോ. എന്നും പറഞ്ഞ് നിങ്ങളിങ്ങോട്ട് കാണാൻ വരണ്ട കേട്ടോ. ഇത് കാണാൻ വന്നാലും കാണാനായിട്ടുള്ള നീലക്കുറിഞ്ഞി ഇല്ല. അതിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ആ വിരിഞ്ഞ പൂവൊക്കെ പോവും കേട്ടോ. അപ്പോൾ അതെ ഇവിടുന്ന് കാണുന്ന കാഴ്ച കേട്ടോ, അങ്ങ് ദൂരെ എല്ലാം ഭയങ്കര മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ ചുടലിപ്പഴമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കവന്തി മലയുടെ മുകളിൽ നിന്ന് നമ്മൾ നേരെ ഇനി പോകുന്നത് നമ്മുടെ നിർമ്മല സിറ്റി. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഒരുപാട് പൂഞ്ചെടികളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ, നല്ല അടിപൊളി, നല്ല നീലയും. നീലക്കുറിഞ്ഞി കാണാൻ വന്നോ, നീലപ്പൂ കൊണ്ട് തൃപ്തിപ്പെട്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഇതിൽ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ഇറക്കമാണ് കേട്ടോ. നമ്മൾ ഇതിൽ തന്നെയാണ് കയറി വന്നത്, പക്ഷേ അന്നേരം ഇത്ര ഇതായിട്ട് തോന്നുന്നില്ല. ഇപ്പം എന്നാലും നല്ല ഇറക്കമാണ് കേട്ടോ. അവിടെ ഒരു ഹോം സ്റ്റേ പോലെ എന്താ കാണുന്നുണ്ട് കേട്ടോ. ആഹാ, നല്ല മഴക്കുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതിലങ്ങനെ വണ്ടി ഓട്ടവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല കേട്ടോ. അത്യാവശ്യം ഉള്ള ഈ വീട്ടിലുള്ളവരൊക്കെ വണ്ടിക്ക് ഇവിടെ വരുന്നതല്ലാതെ വേറെ വണ്ടി ഓട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആഹാ, അപ്പോൾ നമ്മളങ്ങനെ വാഴവര കവന്തിയിലോട്ട് ഇറങ്ങി കേട്ടോ. ആ, ഒരു പാട്ടിക്കൂട്ടർ. പക്ഷെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ, വീടൊക്കെ ആയിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ ഇത് ഇഷ്ടം പോലെ. ഇത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇത്രയും വീടുകൾ, ഇത് അവിടെ ഒരുപാട് വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. നമുക്ക് എന്താണെന്നറിയില്ല കേട്ടോ, ഇങ്ങനെ വീടുകൾ ഒഴിഞ്ഞിട്ട് പോകുന്നത് എന്താ വഴി സൗകര്യങ്ങൾ നോക്കി പോകുന്നതാണെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതെ അങ്ങോട്ടൊക്കെ വഴി വെട്ടിയിട്ടുണ്ട്, നല്ല ഇറക്കം. പിന്നെയാണ് നമുക്ക് നിർമ്മല സിറ്റി മലയുടെ മുകളിൽ നമ്മളൊന്ന് കയറണം. കാരണം അവിടെയും പറഞ്ഞിട്ടുണ്ട് നീലക്കുറിഞ്ഞി വസന്തം ആയെന്ന് പറഞ്ഞാണ് ഓരോരുത്തർ ഓരോ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ, റീൽ ഇട്ടിരിക്കുന്നത്. നമുക്ക് അവിടെയും പോയി നമുക്കൊന്ന് പോയി നോക്കാം. നേരാണ് ചുവ്വാണെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ അങ്ങനെ കിടുന്ന പറയുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുള്ളൂ, ഒട്ടനവധി ആൾക്കാർ കാണുന്നതാണ്. കണ്ടിട്ട് അവിടുന്ന് വണ്ടിക്കൂലി മുടക്കി ഇവിടെ വരുമ്പോൾ കാണാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് അത് പോകുന്നവർക്ക് അറിയത്തുള്ളൂ കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, പോകുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പം നമ്മൾ ഉള്ള കാര്യം പറഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോ റീച്ചാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗോസിപ്പുകൾ ഇല്ലാത്തത് പറഞ്ഞ് നമ്മൾ ഇടരുത്. അപ്പം ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിനുള്ള ശരിക്കുള്ള വിമർശനം നമ്മൾ കേട്ടിട്ടുമുണ്ട്. അത് വേറൊരു ഭാഗം. ഇതേ നീലച്ചെടി, വയലറ്റ്, ഇതേ ഉണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ചെടികളുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ വാഴവര കവന്തി. ഇവിടെ ഒരു ചാപ്പലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കല്യാണത്തണ്ടും മലനിരകളുടെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ധാരാളം നീലക്കുറിഞ്ഞികൾ നിൽപ്പുണ്ട്, പക്ഷെ ഒരൊറ്റ പൂവില്ല കേട്ടോ. അപ്പം ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയുടെയൊക്കെ ഈ പൂക്കളൊക്കെ വന്നത് എവിടുന്നാണെന്ന് അറിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരിവിടെ വിദൂര കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല. ഇത് ഇഷ്ടംപോലെ നിൽപ്പുണ്ട്, പക്ഷെ ഇതൊക്കെ പൂക്കണമെന്നുണ്ടെങ്കിൽ ഇനി സമയം എടുക്കും കേട്ടോ. കാരണം ഇനി ഇത് മൊട്ട് പോലും വന്നിട്ടില്ല. ഇവിടെ വരുന്നവർക്കറിയാം, ഇവിടെ നിൽക്കുന്ന മൊത്തം പോതപ്പുല്ലാണ് കേട്ടോ. അതുകൊണ്ടോ താഴെ ഇഷ്ടംപോലെ നീലക്കുറിഞ്ഞി നിൽപ്പുണ്ട്, പക്ഷെ ഇതിനകത്ത് ഒരു മൊട്ട് പോയിട്ട് ഒരു മൊട്ടിൻ്റെ ഒരു
അംശം പോലും ഇതൊക്കെ കാണാനല്ലോ കേട്ടോ. ഇവിടങ്ങളൊക്കെ ഒരുപാട് നീലക്കുറിഞ്ഞികളൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പൂത്തിട്ടില്ല കേട്ടോ. ഈ വർഷം എന്നാണെങ്കിലും പൂക്കൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ കാരണം ഞാനിത് ഇവിടെ ലൈവായിട്ട് വന്ന് കാണുന്നതാണ് കേട്ടോ. ഇതാണ് ഞാൻ പ്രേക്ഷകരിലൂടെ ഞാൻ എത്തിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കൂടെയൊക്കെ കണ്ടിരിക്കുന്ന ആ നീലക്കുറിഞ്ഞി എന്ന് പറയാൻ പൂത്തതാണ്, ശരിയാണ്, സംഭവം ശരിയാണ്. പക്ഷെ അവർ വിദൂര കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല. കാരണം ഇതുണ്ടോ, ഞാൻ കാണിക്കുന്നുണ്ട് ഇടുക്കി ജലാശയമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ മലനിരകളുടെ മുകളിലാണ് ഈ നീലക്കുറിഞ്ഞി നിൽക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് അങ്ങേപ്പുറം ഇവിടെ കവന്തി മലനിരകളുടെ മുകളിൽ ഒന്നോ രണ്ടോ ചെടികൾ പൂത്തിട്ടുണ്ട്. പക്ഷേ അത് കാണിച്ചാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കേട്ടോ. അപ്പം സ്വദേശികളായാലും വിദേശികളായാലും ആരായാലും നമ്മൾ ഈ നീലക്കുറിഞ്ഞിയുടെ പൂക്കൾ കാണിച്ച് വീഡിയോ ഇടുന്നവർ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ നമ്മൾ ഈ വീഡിയോ കണ്ടു വരുന്നവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഈ ഒത്തിരി പേര് വന്നു കഴിയുമ്പോൾ ഇവിടെ നീലക്കുറിഞ്ഞി ഇല്ല, ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മനുഷ്യൻ വീഡിയോ ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ടോ, ചുറ്റീന്തും ചുടലിയും മാത്രമേ കേട്ടോ. വെറും പാറക്കെട്ടും പുൽക്കെട്ടുകളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇവിടെ വന്നപ്പോൾ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ ഇടുക്കി ജലാശയത്തിൻ്റെ ഈ ഒരു ഭംഗി. ഇപ്പം മഞ്ഞ് കയറി മൂടി നിൽക്കുകയാണ്. ഒരു മഴയ്ക്കുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് മെല്ലെ വലിഞ്ഞ് കയറി പോകുന്നു കേട്ടോ. ഇത്രയും താഴെ ഞാൻ വന്നു, ഇത്രയും ഭാഗത്തേ ഉള്ളൂ നീലക്കുറിഞ്ഞി നിൽക്കുന്ന കേട്ടോ. പക്ഷെ അതൊന്നും ഉടനെങ്ങും മുട്ട് വിരിയല്ല. ഇതുകൊണ്ടോ ഭയങ്കര വിജനമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നീലയും പൂത്തിട്ടില്ല, പച്ചയും പൂത്തിട്ടില്ല. അപ്പോൾ നമ്മളിത് പോകുവാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ അതെ ഇവിടെ നീലക്കുറിഞ്ഞി പോയിട്ടൊരു പച്ചക്കുറിഞ്ഞി പോലും ഇവിടെ പൂത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടും കേട്ടും വന്ന് അറിഞ്ഞു വരുന്നതിനെക്കാട്ടും നല്ല വന്ന് കാണുന്നത് നല്ലത്. ഒറ്റ ചെടി പോലും ഈ പ്രദേശത്ത് പൂത്തിട്ടില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കവന്തി മലനിരകളുടെ മുകളിൽ ഒരു ചുവട് പൂത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ കാണുമ്പോൾ അറിയാം. അപ്പം ഇങ്ങനെ ആരെയും പറഞ്ഞ് പറ്റിക്കല് ശരിയല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ കിലോമീറ്റർ അകലെ നിന്ന് ബൈക്ക് ഓടിച്ചും കാർ ഓടിച്ചും ബസ് കയറിയൊക്കെ ഈ നീലക്കുറിഞ്ഞി കാണാൻ വരുന്നവരുണ്ട്. അപ്പോൾ അതെന്ത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 12 വർഷത്തിൽ ഒരിക്കലേ ഈ നീലക്കുറിഞ്ഞി പൂക്കുള്ളൂ കേട്ടോ. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ജനങ്ങൾ ഇരച്ച് കയറുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലോട്ട്. 42 ഇനത്തിൽപ്പെട്ട നീലക്കുറിഞ്ഞികളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല കുറിഞ്ഞികളെന്ന് വെച്ചാൽ നമുക്ക് മൂന്നാർ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. ബാക്കി ഉള്ള നീലക്കുറിഞ്ഞികളെല്ലാം മേട്ടുക്കുറിഞ്ഞിയും കാട്ടുകുറിഞ്ഞിയും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ചുമ്മാ. അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിരിക്കും. ബൈ.